ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പീരീഡ് സ്റ്റേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി, ഒട്ടും എനർജി ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് കോഫിയൊക്കെ കുടിച്ചൊന്ന് സെറ്റായി. അതിനുശേഷം ദേ റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. പീരിയഡ്സ് ടൈമിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ ചെയ്യുന്ന ഇപ്പോൾ പാഡ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം അല്ലേ. നമുക്ക് ഒരിക്കലും ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയിൽ ഇതൊന്നും ചേഞ്ച് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പീരിയഡ് പാൻറ്റീസ് ആണ്. ഇത് എവർ ഈവിൻ്റെ പീരിയഡ് പാൻറ്റീസ് ആണ് കേട്ടോ. ഇത് 360 ഡിഗ്രി ഫുൾ കവറേജ് നമുക്ക് തരും. അതേപോലെ നമ്മൾ യൂഷ്വലായിട്ടുള്ള പാഡ് യൂസ് ചെയ്യില്ലേ, അതൊരു 4 എണ്ണമൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നു. ഭയങ്കര ഹെവി ലീക്കേജൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, ഹെവി ഫ്ലോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒരെണ്ണം യൂസ് ചെയ്താൽ മതിയാവും. നമുക്കൊരു 10 to 15 hours കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 24 hours വേണമെങ്കിലും കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടും ലീക്കേജ് ഉണ്ടാവില്ല, ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് പാഡ് വെച്ചു എന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ നോർമൽ പാഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻസാണ്. ഇവിടെ ലീക്കായോ അവിടെ ലീക്കായോ അങ്ങനെ ചെക്കിങ്സ് കാര്യങ്ങളൊക്കെയാണ്. ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല, അതുപോലെ ഭയങ്കര ചൂടെടുക്കും. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന അവസ്ഥയാണ്. ആ ടൈമിൽ ഇങ്ങനെയുള്ള കംഫർട്ടായിട്ടുള്ള വെയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കംഫർട്ട് നമ്മുടെ മൂഡ് സ്വിങ്സ് എല്ലാം ഒരു എന്താ പറയുക പക്ക ഒരു ഹാപ്പി മൂഡിലോട്ട് മാറും. ഈ ഒരു പാഡ് ഡിസ്പോസിബിളാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. അതേപോലെ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിയർ അപ്പ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് യൂസ് ചെയ്തതിന് ശേഷം. എൻ്റെ ഒരു നോർമൽ ഗെറ്റ് റെഡിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഹെയർ സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെയർ അത്യാവശ്യത്തിനൊന്ന് കണ്ടീഷൻ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് മെനക്കെടാൻ വയ്യ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസ് പോണി ചെയ്ത് ഹെയർ ടൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ആയിട്ട് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൺസ്ക്രീനെ മൊത്തമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺസ്ക്രീൻ അത്രയും മസ്റ്റാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും ഒരു 20 minutes മുന്നെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അത്രേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ എൻ്റെ മേക്കപ്പ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും എനിക്ക് അത്രയും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സാരീസൊക്കെ വെയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒക്കേഷൻസിൽ മാത്രമേ ഐലൈനർ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് കുറച്ചധികം എഡിറ്റിംഗ് വർക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പോലെയല്ല. നേരത്തെ എനിക്ക് ബെഡിൽ ഇരിക്കാൻ തന്നെ പേടിയാണ്. കാരണം ഒന്നാമത്തെ വൈറ്റ് പാൻസ് ഇടാൻ പേടിയാണ്. ലീക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്റ്റെയിൻ എന്ന് പറയുന്നത് അധികം പെട്ടെന്ന് പോവത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു നല്ല പേടിയുണ്ട്. പക്ഷേ ഇത്തവണ എന്തായാലും ഒരു റിസ്ക് എടുക്കാൻ വിചാരിച്ചു. എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം, വർക്കൗട്ട് ആവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നേരെ ബെഡിലോട്ട് തന്നെ ഇരുന്നു. ആൻഡ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം മൂഡ് സ്വിങ്സ് നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്ക് സങ്കടം വരും, അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ ബ്ലീഡിങ് ടൈമിലുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ല കേട്ടോ. പിന്നെ ഒരു 12:30 ആ ടൈം ആയപ്പോൾ ചിക്കു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. കാരണം ആ ടൈമിൽ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ റെക്കോർഡ് ചെയ്യാനുള്ള കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു, കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഗൈസ് അത്യാവശ്യം വയറുവേദന ഉള്ളതുകൊണ്ട് ഞാനിതാ ഹോട്ട് ബാഗൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പ്ലാസ്റ്റിക്കിൻ്റെ ഹോട്ട് ബാഗ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ വയറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടടിക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. അത്ര ചൂട് എന്താ പറയുക ഡയറക്റ്റ്ലി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇത് കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരുന്നു. പാടിയിരുന്ന ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ അന്നത്തെ സത്യം മനസ്സിലാക്കിയത്. എനിക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ചധികം സ്ഥലങ്ങൾക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന്. അതൊന്നും മനസ്സിലാക്കാതെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാർ വന്നപ്പോൾ ശരി ഇനി പെട്ടെന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൊല്ലങ്കോട് ഓഫീസിലോട്ട് പോകണം. അപ്പോൾ ഓഫീസിലോട്ട് ആദ്യം എത്തിയ ശേഷം അവർ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് പറഞ്ഞു. അതൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ആ പോസ്റ്റായിട്ട് ഇരുന്ന് ഒന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം ഓഫീസിൽ ക്യാമറയുണ്ട്, ക്യാമറയിൽ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ക്യാമറയിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു കടയിൽ നിർത്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെമ്മാറ വഴി പോയിക്കൊണ്ടിരിക്കുക. നെമ്മാറ അല്ലെങ്കിൽ വേലയൊക്കെ നമുക്കറിയാലോ April 2-ാം തീയതി ആണ്. അപ്പോൾ അതിൻ്റെ പന്തലൊക്കെ മുന്നേ ആയിട്ട് കെട്ടി തുടങ്ങിയവർ. അത് കഴിഞ്ഞ് അനുവിൻ്റെ വീടെത്തിയിട്ടാ.
ഞാൻ നേരത്തെ ഒരു വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനും അവളുടെ വീടെത്തിയതേ നമ്മുടെ നായ്ക്കുട്ടി നമ്മളെ നോക്കി കുരയ്ക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഇതേ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് സ്വപ്ന ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടോ ആളെന്ന് ചോദിച്ചിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം അങ്ങനെ ചോദിച്ചതിൻ്റെ ഇതിൽ സ്വപ്ന ചേച്ചി എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു ഗൈസ്. പൊറോട്ടയും ചിക്കനൊക്കെ അവിടെ നിന്ന് കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 5 മണിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു 6 മണി ആ ടൈമായപ്പോൾ വീടെത്തിയിട്ട് അതിന് ശേഷം പിന്നെ ഗ്രേപ്സിൻ്റെ ജ്യൂസ് ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഒട്ടും ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അതൊക്കെ കണ്ട് റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് നേരം നോട്ട്സൊക്കെ ഒന്ന് അടുക്കി പെരുക്കായിരുന്നു. കാരണം എക്സാം ആവാതെ ഒട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ സൺസ്ക്രീനും സൺബ്ലോക്കൊക്കെ യൂസ് ചെയ്താലും ടാനിങ്ങിൻ്റെ കാര്യത്തിൽ മാക്സിമം നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാമെന്നല്ലാതെ ഒട്ടും ടാൻ ആവില്ല എന്ന് 100% നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് വന്ന ഉടനെ തന്നെ ഫേസിൽ ഈ തൈര് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണ തൈരും പിന്നെ പംകിൻ ഉണ്ടായിരുന്നു, മത്തങ്ങ, അതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഹലോ ഗായ്സ്, അപ്പോൾ അങ്ങനെ ഫ്രഷായി അതേപോലെ ഫുഡ് കഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പീരീഡ്സ് വ്ളോഗ് എന്ന് പറയുന്നത് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു പീരീഡ് പാൻറ്റീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സത്യമായിട്ടും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം വരെയും എനിക്ക് നല്ല കംഫർട്ടബിളാണ്, ഒട്ടും ലീക്കേജ് ഇല്ല. ഞാൻ വൈറ്റ് പാൻസ് ഒക്കെ, ഞാൻ ഇതുവരെ ആ വൈറ്റ് പാൻറ്റ് മാത്രം മാറ്റിയിട്ടില്ല. അപ്പോൾ വൈറ്റ് പാൻറ്റ് യൂസ് ചെയ്ത് അത് ഒട്ടും ഒരു ലീക്കേജോ ഒരു സ്റ്റെയിനോ ഒന്നും വന്നിട്ടില്ല. പക്കാണ്. എനിക്ക് പീരീഡ്സ് ആയി എന്നൊരു ഫീലേ തോന്നിയില്ല. ഒട്ടും എത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെയും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫുൾ 360 ഡിഗ്രി കവറേജ് ആണ്. അപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും കോളേജിൽ പോകുന്നവർക്കാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഉപകരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുക എനിക്കറിയില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ കേട്ടോ. ടാറ്റാ.